Hello, guten Tag. Today we will learn Wechselpräpositionen. Wechsel means change. Mainly there are 9 Wechselpräpositionen, which are in, an, hinter, unter, vor, neben, zwischen, über, auf. We can use Wechselpräpositionen in mainly 5 contexts, which are time, place, verb, noun and adjective. The question tag that comes with accusative case is wohin, to where. If there is a movement, it will accusative case. It shows an action or a direction. Some accusative verbs are fliegen, fahren, laufen, gehen, stellen, hängen und so weiter. The question tag that comes with dative case is wo. If there is no movement, it's a dative case. Some dative verbs are stehen, liegen, sitzen and hängen. Therefore, some verbs comes in the both cases according to the meaning of the sentence. For example, stellen and hängen. So let's see some examples. She hanged das Bild and the wand. So ഇവിടെ hang എന്ന് പറയുന്ന വെർബ് അക്വസാറ്റീവ് വെർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാരണം ഇവിടെ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. സോ അൻ എന്ന് പറയുന്ന പ്രപ്പോസിക്സിന് ശേഷം വരുന്ന ഒബ്ജക്റ്റ് അത് അക്വസാറ്റീവ് ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യും. സോ ദി വാണ്ട് തന്നെയായിരിക്കും. സോ നെക്സ്റ്റ് വൺ ദാറ്റീവ് കേസ്. ദസ് ബിൽഡ് ഹേങ്ഡ് ആൻഡ് ദയർ വാണ്ട്. സോ ഇവിടെ ഹേങ്ങൻ എന്ന് പറയുന്ന വെർബ് ദാറ്റീവ് വെർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ അൻ എന്ന് പറയുന്ന പ്രപ്പോസിക്സിന് ശേഷം വരുന്ന ദി വാണ്ട് ദയർ വാണ്ട് ആയിട്ട് ചേഞ്ച് ആവുന്നു. സോ നെക്സ്റ്റ് വൺ ഇൻ. മരിയ ഗെറ്റ് ഇൻ ദസ് ബെഡ്. സോ ഇവിടെ ഗേഗൻ എന്ന് പറയുന്ന വെർബിന് മൂവ്മെൻ്റ് ഉണ്ട്. സോ ഇൻ കഴിഞ്ഞിട്ട് വരുന്ന പ്രപ്പോസിക്സിയോൺ അക്വസാറ്റീവ് കേസിലായിരിക്കും. സോ ദസ് ബെഡ് തന്നെ. സോ നെക്സ്റ്റ് വൺ ദാറ്റീവ് കേസ്. മരിയ ലീക്ഡ് ഇൻ ദെയർ ബെഡ്. സോ ഇവിടെ ലീക്ക് എന്ന് പറയുന്ന വെർബിന് മൂവ്മെൻ്റ് ഇല്ല. സോ ഇൻ കഴിഞ്ഞിട്ട് വരുന്നത് നമ്മൾ ദാറ്റീവ് കേസിലേക്ക് ചേഞ്ച് ആക്കണം. സോ ദസ് ബെഡ് എന്ന് പറയുന്നത് ദെയിം ബെറ്റായിട്ട് ചേഞ്ച് ആവുന്നു. സോ നെക്സ്റ്റ് വൺ ഹിൻഡർ വിച്ച് മീൻസ് അണ്ടർ. ദി കാറ്റ് സേ ലോഫ്റ്റ് ഹിൻഡർ ദെൻ ടിഷ്. സോ ഇവിടെ ലൗഫൻ എന്ന് പറയുന്ന വെർബ് അക്വസാറ്റീവ് ആണ്. സോ ഹിൻഡർ കഴിഞ്ഞിട്ട് വരുന്നത് ദ ആർ ടിഷ് ദെൻ ടിഷ് ആയിട്ട് ചേഞ്ച് ആവുന്നു. സോ നെക്സ്റ്റ് വൺ ദാറ്റീവ്. ഇൻ ദാറ്റീവ് കേസ് ദി കാറ്റ് സേ ഈസ്റ്റ് ഹിൻഡർ ദെൻ ടിഷ്. സോ ഇവിടെ മൂവ്മെൻ്റ് ഇല്ലാത്തത് കൊണ്ട് ഹിൻഡർ കഴിഞ്ഞിട്ട് നമ്മൾ ദാറ്റീവ് കേസാണ് യൂസ് ചെയ്യുക. സോ ദർ ടിഷ് ചേഞ്ചസ് ടു ദെം ടിഷ്. സ്റ്റെൽറ്റ് ദസ് ഫറാഡ് നേബൻ ദെൻ ബൗ. സോ ഇവിടെ സ്റ്റെല്ലർ എന്ന് പറയുന്ന വെർബ് ആക്ട് ചെയ്യുന്നത് അക്വസാറ്റീവ് വെർബായിട്ടാണ്. കാരണം ഇവിടെ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. സോ ഇവിടെ ദയ ബൗം എന്ന് പറയുന്നത് അക്വസാറ്റീവ് കേസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ദെൻ ബൗം ആയി മാറും. ദി ലാംബെ ഹേങ്ഡ് യുബ ദെം ടിഷ്. സോ ഇവിടെ ഹേങ്ങൻ എന്ന് പറയുന്ന വെർബ് ദാറ്റീവ് വെർബായാണ് ആക്ട് ചെയ്യുന്നത്. കാരണം ഇവിടെ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നില്ല. സോ യൂബർ എന്ന് പറയുന്ന പ്രപ്പോസിക്സിന് ശേഷം വരുന്ന ദയ ടിഷ് ദെം ടിഷ് ആയിട്ട് ചേഞ്ച് ആവുന്നു. ദി കാറ്റ് സേ ലോഫ്റ്റ് ഉണ്ടർ ദെൻ ടിഷ്. സോ ഇവിടെ ലൗഫൻ എന്ന് പറയുന്ന വെർബിന് മൂവ്മെൻ്റ് ഉണ്ട്. സോ ഉണ്ടർ എന്ന് പറയുന്ന പ്രപ്പോസിക്സിന് ശേഷം വരുന്ന ദയ ടിഷ് ചേഞ്ചസ് ടു ദെൻ ടിഷ്. ദി ഫ്ലാഷ് സ്റ്റെൽറ്റ് ഓഫ് ദെം ടിഷ്. സോ ഇവിടെ സ്റ്റെലൻ എന്ന് പറയുന്ന വെർബിന് മൂവ്മെൻ്റ് ഇല്ല. സോ ഓഫ് എന്ന് പറയുന്ന പ്രപ്പോസിക്സിന് ശേഷം വരുന്ന ദയ ടിഷ് ചേഞ്ചസ് ടു ദെം ടിഷ്. ദസ് ഔട്ടോ ഈസ്റ്റ് ദയ ഫോർ ഗരാഷ്. സോ ഇവിടെ പ്രവൃത്തി ഇല്ലാത്തത് കൊണ്ട് ദി ഗരേഷ് ചേഞ്ചസ് ടു ദാറ്റീവ് കേസ്. സി സ്റ്റെല്ലൻ ദെൻ സെസൽ സിഷ്വൻ ദി കാർട്ടൂൺസ്. സോ ഇവിടെ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട്. സോ ദി കാർട്ടൂൺസ് ആക്ട് ആസ് എ ആക്റ്റീവ് കേസ്. സോ ദാറ്റ്സ് ഫോർ ടുഡേസ് ലെസൺ. ബിസ് പേറ്റർ. ജർമ്മൻ B2 ഇനി ഉറപ്പായും ജയിക്കും. നീതൂസ് ജർമ്മൻ ക്യാമ്പസിലൂടെ.